ഹലോ ഹായ്. അപ്പോൾ ഞങ്ങളിന്ന് കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോഴിക്കോട് മോളുടെ ഒരു അഡ്മിഷൻ്റെ ആവശ്യത്തിനായി പോവുകയാണ്. രാത്രി ഒരു 7:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തുമല്ലോ. അങ്ങനെ ആറ്റിങ്ങലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. മോനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഇളയ മോള് മറിയം അവനെ കരച്ചിൽ മാറ്റാൻ നോക്കുക. അപ്പോൾ മൂത്തവൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഉള്ളൊരു ആക്ഷനും. അങ്ങനെ ഞാനും പിള്ളേരും ഷവർമ്മയാണ് പറഞ്ഞത്. ഉമ്മയാണെങ്കിൽ അപ്പവും ഗ്രീൻ പീസും. ഫുഡ് അത്ര പോരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലൈം കുടിക്കാമെന്നും പറഞ്ഞ് ലൈമിന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. മോനാണെങ്കിൽ റോഡിലോട്ട് വണ്ടിയൊക്കെ പോകുന്നതിനെ കണ്ടിട്ടൊന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെ ഒരു രസത്തിൽ നിൽക്കുക. അങ്ങനെ കുറച്ച് ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരമായപ്പോഴത്തേക്ക് റോഡ് നല്ല റോഡായിരുന്നു. ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആലപ്പുഴ എത്തിയായിരുന്നു. അപ്പം ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളവും പിന്നെ കോഫി പൗഡറൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോഴത്തേക്കും തൃശ്ശൂർ കഴിഞ്ഞതും കോഴിക്കോട് വരെയും നല്ല റോഡായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് നന്നായിട്ട് റിയാസ് മന്ത്രി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കോഴിക്കോടെത്തി. നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഹോട്ടലിൽ. അങ്ങനെ കോഴിക്കോട് സിറ്റിയിൽ പോയപ്പോൾ ഫുള്ളായിരുന്നു. കംപ്ലീറ്റ് കയറിയ എല്ലാ ഹോട്ടലിലും ഫുള്ളായിരുന്നു. 2-3 ഹോട്ടലിൽ കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നെ രാമനാട്ടുകരയിൽ വന്നാണ് ഞങ്ങൾ സ്റ്റേ ആയത്. അപ്പോൾ ഈ കാലിക്കറ്റ് ഗേറ്റ് എന്നും പറഞ്ഞ് ആദ്യം ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അവിടെയും ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ പാർക്ക് റെസിഡൻസി എന്നും പറഞ്ഞ് അവിടെ ആദ്യം പോയപ്പോഴേ അവർ പറയാൻ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, തിരക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് അവിടെ തന്നെയാണ് വന്നത്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേറെ റൂം ഒരെണ്ണം കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഓക്കെ പറഞ്ഞ് അങ്ങനെ റൂം പോയി വന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോയി. തലേന്ന് രാത്രി കയറിയതല്ലേ, ഒരേ ഇരിപ്പിരുന്ന് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇക്കാക്കാണെങ്കിൽ ഞാൻ കൂടെ ഓടിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഓടിച്ചില്ല വണ്ടി. ഞാനിരുന്നുറങ്ങി. ഇക്കയാണ് ഓടിച്ചത് കോഴിക്കോട് വരെയും. നല്ല റോഡായിരുന്നിട്ടും ഞാൻ വാങ്ങിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഓടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് വന്ന് നല്ലൊരു ഹൈജീനായിരുന്നു. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വല സൈഡ് വാഷ്റൂമാണ്, പിന്നെ ഒരു ബെഡ്, പിന്നെ ഒരു ഡൈനിങ് ഉണ്ട്. ഡൈനിങ്ങിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ബാൽക്കണി വഴി പുറത്തോട്ട് നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമാണ് വ്യൂ ആയിട്ട് തന്നെ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉച്ചവരെയും നന്നായിട്ട് കിടന്ന് ഉറങ്ങി. എല്ലാവരും പിള്ളേരും ക്ഷീണം കൊണ്ട് ഉറങ്ങിയായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് മുട്ടായി തെരുവ് കാണാമെന്നുള്ള ഇതിലിറങ്ങിയായിരുന്നു. എപ്പോഴും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഉച്ചത്തെ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കാമെന്നുള്ള. അങ്ങനെ ഞാനും പിള്ളേരും ഉമ്മായും ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ കയറി മന്തിയാണ് കഴിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു മന്തി ഹോട്ടലിലാണ് കയറി. മന്തി മാത്രമേ അവിടെ, മന്തി ഇങ്ങനെ ഡെസേർട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. അങ്ങനെ ചിക്കൻ മന്തിയും ബീഫ് മന്തിയാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു. ചിക്കൻ്റെ ആണെങ്കിൽ ഭയങ്കര എരിവായിരുന്നു. മോക്കാണെങ്കിൽ എരിവ് കാരണം ഭയങ്കര. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മുട്ടായി തെരുവ്. ഫേമസ് അല്ലേ കോഴിക്കോട്, കാണണമല്ലോ, പോയി കഴിഞ്ഞാൽ അത് കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ പേ പാർക്കിലാണ് വണ്ടി ഒതുക്കിയത്. എന്നിട്ട് അങ്ങോട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ഷോപ്പിൽ കയറിയായിരുന്നേ. അപ്പോൾ അവിടുത്തെ എല്ലാ ചെരുപ്പും എടുത്ത് എൻ്റെ രണ്ടാമത്തെ മറിയം ഇട്ട് നോക്കുന്നതാണ്. പിന്നെ മോനാണെങ്കിൽ അങ്ങ് തളർന്ന്. അങ്ങനെ അവന് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിൽ കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോൾ അതിൻ്റെ പുറകിലൊക്കെ നടന്നു. പിന്നെ അവളെ ഒരു കാറിൻ്റെ അങ്ങനെ ഓടിക്കാൻ കുറച്ച് നേരം, 1 മണിക്കൂറില്ല 3 റൗണ്ട് എങ്ങാണ്ടോ. അങ്ങനെ അവളെ കുറച്ച് നേരം അതിനെ ഇരുത്തിയിട്ട് തിരിച്ച് ഞങ്ങൾ ഒരു 9:30 ആയപ്പോൾ തിരിച്ചു വന്നു. ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. സ്കൂളിൽ പോയി കാണാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോയി. ഹോട്ടലിൽ തന്നെ ബൊഫേ ഉണ്ടായിരുന്നു രാവിലെ, കോംപ്ലിമെൻ്ററി ആയിട്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
പിന്നെ നേരെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ നിന്ന് സ്കൂളിനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അഡ്മിഷനൊക്കെ ആയി. നീറ്റോടുകൂടി പഠിക്കാൻ വേണ്ടി +1 +2 അങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു. തിരിച്ച് ബൈപ്പാസ് വഴി തന്നെയാണ് വന്നത്. ഭാരതപ്പുഴ കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി നോക്കി. കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭാരതപ്പുഴയൊക്കെ ഒന്ന് വണ്ടി സൈഡാക്കി അവിടെ അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ ഇപ്പുറത്തായിപ്പോയി. അപ്പുറ സൈഡ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സൂമാക്കി നോക്കിയിട്ടൊക്കെ ഞങ്ങളിങ്ങ് വന്നു. ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഊണ് വാങ്ങി കഴിക്കുകയായിരുന്നു. കഴിച്ചിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി. നേരെ മറൈൻ ഡ്രൈവിൽ പോകണമെന്നുള്ള ഇതിലായിരുന്നു കൊച്ചിക്ക്. അങ്ങനെ നേരെ മറൈൻ ഡ്രൈവിലാണ് പോയി. അങ്ങനെ അവിടുത്തെ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് കയറി. അപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ തൂറ്റുന്നുണ്ടായിരുന്നു. ചെറിയ തൂറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. കുട പക്ഷേ കാറിലുണ്ടായിരുന്നേ, എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ നേരെ വാട്ടർ മെട്രോയിലോട്ട് കയറാമെന്നും പറഞ്ഞാണ് പോയത്. മഴ തൂറ്റലുണ്ടെങ്കിലും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് വാട്ടർ മെട്രോയിൽ കയറി. അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ പോയി. ഞാനും പിള്ളേരും കൂടെ അവിടെ കയറി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് 5:20 മെട്രോ ട്രെയിനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ക്യൂ ആണേ. ആദ്യം എടുക്കുന്നവരങ്ങനെ ഇപ്പോൾ എവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആദ്യം എടുക്കുന്നവർ മുന്നോട്ടും പിന്നെ ബാക്കിലോട്ട് അങ്ങനെ ക്യൂ ആയിട്ടാണ് ഇരുന്നത്. അപ്പോഴേ മോൻ ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്ന് മതിയായതായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. അങ്ങനെ സെക്യൂരിറ്റി വിസിലടിച്ചിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് തന്നെയാണ് കയറ്റിയത്. അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ കുറച്ച് നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലോട്ട് കയറി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സീറ്റില്ലായിരുന്നു. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഉള്ളവർ അങ്ങ് കയറി ഇരുന്നായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പുറകിലത്തെ ഇതിൽ 2 സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം സൂം ചെയ്ത് നോക്കിയപ്പോൾ അത്ര നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാണുന്ന ഇതിലല്ല വീഡിയോയിൽ കാണുമ്പോൾ. അങ്ങനെ മഴ പെയ്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ നന്നായിട്ട് ഇരുട്ടാനും തുടങ്ങിയായിരുന്നു. മഴയുടെ ഇതും കറുവലും അല്ലാണ്ട് സന്ധ്യ ആയതിൻ്റെ. പിന്നെ മോനാണെങ്കിൽ അതിനകത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടി, നല്ല തിരക്കുമായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു. മഴ തോരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങാമെന്ന് എവിടെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തോട്ട് വന്നു. ആലങ്കോട് എത്തിയപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ആലങ്കോട് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.